വീടുകളുടെ ഓപ്പൺ ടെറസിൽ പ്രത്യേകിച്ച് ഫ്രണ്ട് ഭാഗം കൂടി ആവുമ്പോൾ ഇത് ഓപ്പൺ ടെറസാണ് വീടിൻ്റെ, അതിന് മാത്രമല്ല വീടിൻ്റെ ഫ്രണ്ട് സൈഡാണ്. ഇങ്ങനത്തെ ഭാഗങ്ങളിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള റൂഫ് മെറ്റീരിയലുകളും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം നമ്മളുടെ വീടിൻ്റെ എക്സ്റ്റീരിയറിനെ അത് നന്നായിട്ട് ബാധിക്കും. വീടിൻ്റെ ഭംഗി കുറയ്ക്കുന്നത്, അതുമൂലം ഭംഗി കുറയുന്നതും ഒരു കാരണമാകും. അത് കാരണം നമുക്ക് ഈ വീടിൻ്റെ എക്സ്റ്റീരിയറിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗ്ലാസ് പെർഗോള മെറ്റൽ വർക്കാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സ്ട്രക്ചർ നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മൾ ഈ ലെഗിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് MS ആണ്. MS 75x75 സൈസിൽ വരുന്ന MS ട്യൂബാണ്. ഇതിന് ഇന്നർ സപ്പോർട്ട്, മുകളിൽ കാണുന്ന ഇന്നർ സപ്പോർട്ടുകളെല്ലാം 75x40 സൈസിലുള്ള MS ട്യൂബാണ്. ഈ മെറ്റീരിയൽ എല്ലാം ടാറ്റയാണ്, ടാറ്റ ബ്രാൻഡിൽ വരുന്ന MS ട്യൂബുകളാണ്. ഇതിനായിട്ട് നമുക്ക് GI അല്ലെങ്കിൽ GP, അപ്പോളോ ഒക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് ഗ്ലാസ് ഇട്ടതിന് ശേഷം നിങ്ങൾ കാണുന്ന ഒരു വീഡിയോ ആണ്. ഗ്ലാസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എടുത്തതാണ്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് എന്ന് പറയുന്നത് ടഫൺ ഗ്ലാസ് ആണ്. 8 mm തിക്നെസ്സിൽ വരുന്ന സെൻഗോബൈൻ ബ്രാൻഡിൽ വരുന്ന ടഫൺ ഗ്ലാസ് ആണ്. ഇത് നോർമൽ ക്ലിയർ ടഫൺ അല്ല, ഇതിൽ ഫ്രോസ്റ്റഡ് ആണ്. മീൻസ് ഒരു മിൽക്കി ആയിട്ട് നമ്മളിത് ചെയ്തെടുത്താണ്. ഇത് ഇത്തരത്തിൽ ചെയ്തെടുക്കാനുള്ള ഒരു കാരണം ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരമായിരുന്നു. കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരമാണ് നമ്മളിത് ഇത്തരത്തിൽ ഈ ഒരു വൈറ്റ് ഡിസൈൻ, മിൽക്കി ഡിസൈനിലോട്ട് പോയത്. ഫ്രോസ്റ്റഡ് ഗ്ലാസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ ഉപകാരമുള്ളത്. ഒന്ന്, നമുക്ക് അതിൻ്റെ മുകളിൽ വരുന്ന പായലുകളൊന്നും പെട്ടെന്ന് ക്ലിയർ ഗ്ലാസ്സിൽ കാണുന്ന പോലെ വിസിബിൾ ആവില്ല എന്നുള്ളതാണ്. പിന്നെ സൂര്യപ്രകാശത്തിൻ്റെ കാഠിന്യം ഒന്നും കുറക്കും, ഒരിക്കലും ചൂട് കുറക്കുന്നില്ല. ചൂട് കുറക്കാൻ നമുക്ക് ടിൻറ്റഡ് ഗ്ലാസ്സുകളോ അല്ലെങ്കിൽ ഹീറ്റ് കട്ടിങ് ഗ്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. ചൂട് തീരെ കടത്തി വിടാത്ത ഗ്ലാസ്സുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യാനുസരണം ചെയ്യാവുന്നതാണ്.